കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ UDF ജയിക്കും, അല്ലെങ്കിൽ ഇത്തവണ കണ്ണൂർ ജില്ലയിൽ നിന്ന് 5ാമത്തെ ഒരു MLA ഉണ്ടാകുന്ന മണ്ഡലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പെന്ന് ഞാൻ പറഞ്ഞ കുറെ ആൾക്കാർ അതിശോക്തിയാന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നുണ്ടായിരുന്നു. ചില ആൾ പറഞ്ഞ ആന്തൂറുള്ള കാലത്തോളം, ആന്തൂർ മുനിസിപ്പാലിറ്റി ഉള്ള കാലത്തോളം നിങ്ങൾക്ക് അവിടെ സ്വപ്നം കാണേണ്ട, പോയി കിടന്നു തുടങ്ങി കൊന്ന വിധത്തിലുള്ള കമന്റ് പരിഹാസങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കണക്ക് പരിശോധിക്കാം. നമുക്കെല്ലാം ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് കണക്കിനെ കൊണ്ടുള്ള ഒരു കളിയാണ്. അപ്പോൾ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലം, ആ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഗോവിന്ദ മാഷി ജയിച്ചത് 21,000 വോട്ടിന്റെ മാർജിനാണ്. അതിന് മുന്നത്തെ ഇലക്ഷൻ, അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജെയിംസ് മാത്യു 41,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ആ ഭൂരിപക്ഷം റഷീദ് മത്സരിച്ചാൽ അത് 21,000 കുറഞ്ഞു. ഇനി വേറെ കാര്യം പറയാം, തളിപ്പറമ്പ് എന്ന് പറയുന്നത് CPM-ന്റെ കോൺക്രീറ്റ് വോട്ടർമാരാൽ സമ്പന്നമായ ഒരു മണ്ഡലമൊന്നുമല്ല തളിപ്പറമ്പ് മണ്ഡലം. അങ്ങനെയൊക്കെ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു ആന്തൂർ ഉണ്ട്, ആന്തൂരിൽ എന്താ നടക്കുന്നത് എല്ലാവർക്കും അറിയാം. ആന്തൂർ മാത്രമാണ് ഇവർ കംപ്ലീറ്റ് ഒരു ആധിപത്യം നിലനിർത്തുന്ന ഒരു ആ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ ഒരു സെഗ്മെന്റ്, ഒരു ലോക്കൽ ബോഡി വരുന്നത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയാണ്. അവിടെ 80% ഇടതുപക്ഷത്തിന് തന്നെ വോട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്കറിയാം ഒരു അസ്വാഭാവികത ഉണ്ട്. ആ സ്വാഭാവികത പലരും ചർച്ച ചെയ്ത് തന്നെയാണ്. അപ്പോൾ 2024 ലോക്സഭാ ഇലക്ഷൻ പരിശോധിച്ച് നോക്കുക. 2024 ലോക്സഭാ ഇലക്ഷനിൽ ഈ തളിപ്പറമ്പ് മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂർ ലോക്സഭയുടെ കീഴിൽ വരുന്ന കെ സുധാകരൻ മത്സരിച്ച കണ്ണൂർ ലോക്സഭയുടെ കീഴിൽ വരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ അത്യന്തം അഗ്രസീവായ CPM വിരുദ്ധ പൊളിറ്റിക്സ് പറയുന്ന, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പൊളിറ്റിക്സ് പറയുന്ന, CPM-മാരോട് വളരെ രൂക്ഷമായ വിധത്തിൽ സംസാരിക്കുന്ന കെ സുധാകരന് 8,000 വോട്ടിന്റെ മെജോറിറ്റി തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിൽ സത്യം പറഞ്ഞാൽ ഈ ഇടതുപക്ഷ കോട്ട എന്നെല്ലാം പറയുന്നത് 2-3 ഉണ്ടാവും എന്റെ അഭിപ്രായത്തിൽ. അതായത് ധർമ്മടവും മട്ടന്നൂരും തലശ്ശേരി കല്യാശ്ശേരിന്റെ കണക്കെ നോക്കിയില്ല. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ തളിപ്പറമ്പ് ഒരു ബാലികേറാ മലയൊന്നുമല്ല UDF-നെ സംബന്ധിച്ചുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം MV ഗോവിന്ദൻ 21,000 വോട്ട് ജയിച്ച ശേഷം അവിടെ നിന്ന് പോയി, പിന്നെ അവിടെ കണ്ടിട്ടില്ല. ആലോചിക്ക്, അവിടെ കണ്ടിട്ടില്ല. കാസർഗോഡ് വിട്ട് തിരുവനന്തപുരം വരെ പോയി നടന്നിട്ട് വിഡിത്തം പറഞ്ഞു നടക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വിഡിത്തം നിറഞ്ഞ ബൈറ്റുകൾ കൊടുത്ത് നടക്കുമ്പോൾ റഷീദ് അവിടെ തന്നെയുണ്ട്. തോറ്റപ്പോഴും കഴിഞ്ഞ 5 വർഷം റഷീദ് അവിടെയുണ്ട് തളിപ്പറമ്പ്. ഇപ്പൊ ഇത്തവണ റഷീദാണെന്നാണ് സൂചന കേൾക്കുന്നത് UDF-ന്റെ ക്യാമ്പുകളിലൊക്കെ. ഞാൻ ഊഹിക്കുന്നതിന് അതിന് വസ്തുതാപരമായ ക്ലാരിറ്റിയോടുള്ള ഇതൊന്നുമല്ല പറയുന്നത്, ഊഹിക്കുന്നത് റഷീദ് തന്നെ ആകാനാണ് സാധ്യത. റഷീദ് ആണെങ്കിലും റഷീദ് അല്ലെങ്കിലും ഇത്തവണ തളിപ്പറമ്പ് UDF തൂക്കുന്നത്, നമ്മൾ ആത്മവിശ്വാസം നമ്മൾ പറയുന്നത് കണക്കുകൾ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കണക്കുകൾ അനലൈസ് ചെയ്തുകൊണ്ടാണ്.